സാറേ, എമ്പുരാൻ സിനിമയിൽ ഇപ്പോ അത് വീണ്ടും സെൻസർ ബോർഡിനുള്ളിലേക്ക് എന്ന് 17 കട്ട് വരുന്നു. അതിനു മുന്നേ കാണാൻ ആളുകൾ നിരവധി പേർ എത്തുന്നു. അതിനുശേഷവും ആളുകൾ ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒക്കെ പിന്നിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇതൊന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ പലരും ശ്രമിക്കുന്നു. പക്ഷേ ഇതൊരു BJP വിരുദ്ധത എന്നതിനപ്പുറം ഒരു ഹിന്ദു വിരുദ്ധതയല്ലേ ഇതിലേക്ക്? കാരണം NIA കുറിച്ച് വളരെ മോശമായി പറയുന്നു, അമിത്ഷായെ കുറിച്ച് പറയുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നു. അപ്പൊ ഇത് വരുന്ന യുവതലമുറകൾക്കിടയിൽ ഒരു തെറ്റായ സന്ദേശമല്ലേ പ്രചരിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ സിനിമ നിരോധിക്കുകയല്ലേ വേണ്ടത്? ഇതിൽ എത്ര വെട്ട വന്നിരിക്കുന്ന? 17 എണ്ണം. 17-ാം തീയതി ജനിച്ച നരേന്ദ്രമോദിജി അല്ലേ? മോദിജിയുടെ ബർത്ത്ഡേ 17-ആണ്. 17-ാം തീയതി ജനിച്ച നരേന്ദ്രമോദിജിയുടെ പ്രതിച്ഛായയെ തകർക്കുന്ന വിധത്തിൽ അദ്ദേഹത്തെ പരമോന്നത നീതിപീഠം പോലും അദ്ദേഹം കുറ്റക്കാരനല്ല എന്നും അദ്ദേഹം ധർമ്മബോധമുള്ള രാഷ്ട്രത്തിന്റെ വീരപുത്രനാണെന്നും വരെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിട്ട് പോലും ഇവർ ഈ രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നു. BBC എന്താണ് ചെയ്തത്? BBC അന്ന് ഞാൻ കൊച്ചിയിലെ പത്രസമ്മേളനത്തിൽ ചോദിച്ചെടുത്ത ചോദ്യമാണ്. കോടതി പരമോന്നത നീതിപീഠം പോലും കുറ്റക്കാരനല്ല എന്ന് പറയുമ്പോൾ BBC കുറ്റം ഇത് ചെയ്തു എന്ന് വീണ്ടും വീണ്ടും സമൂഹത്തിലേക്ക് കാണിക്കുന്നതിന്റെ ഉള്ളിലെ ഉദ്ദേശം ഒന്നാണ്. ഇതെന്ന് വെച്ചാല് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വളർച്ചയും ഉയർച്ചയും തകർക്കുക എന്നുള്ളത് വിദേശ രാജ്യങ്ങളുടെ അജണ്ടയാണ്. ഇന്ത്യയെ ശത്രുവായി കാണുന്ന രാജ്യങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് BBC വർക്ക് ചെയ്യുന്നു. BBCയുടെ ഭാഗമായിട്ട് ജീവിക്കുന്ന പൃഥ്വിരാജിന്റെ ഒപ്പം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന സുപ്രിയ മേനോന്റെ ഇൻവോൾവ്മെന്റ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതേപോലെ തന്നെ ജിഹാദി ചിന്തകളുമായി മുന്നോട്ട് പോകുന്ന പൃഥ്വിരാജിന് മൾട്ടിപ്പിൾ സോഴ്സുകളാണുള്ളത്. ഇവരുടെ ഉദ്ദേശം അങ്ങ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചതുപോലെ ഇത് രാജ്യത്തിനെതിരെയുള്ള മാർക്കറ്റിംഗ് തന്ത്രമല്ല, ഇത് രാജ്യത്തിനെതിരെയുള്ള ഒരു വളരെ വലിയ ഗൂഢമായ ഒരു ശക്തിയുടെ പ്രവർത്തനമാണ്. ഈ മാർക്കറ്റിംഗ് തന്ത്രം എന്നൊക്കെ പറഞ്ഞ് അതിനെ ലൈറ്റാക്കി കളയൊന്നും വേണ്ട. അതിലൊന്നും മാർക്കറ്റിംഗ് എന്ത് ചെയ്താലും എന്റെ അച്ഛനാണ് ഇതെന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്നാളുടെ പേരിട്ടാൽ അത് മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്ന ഒരു ക്ലീശ വാക്കാണ്. അതല്ല, ഇത് പ്യൂർലി ദേശവിരുദ്ധത തന്നെയാണ് അവർ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് ഉറപ്പ് വന്നുകൊണ്ടാണ് അവരിപ്പോ കിടന്ന് ഉരുളുന്നത്. ഇവർക്ക് ഒരു കാരണവശാലും വിടാനും പോകുന്നില്ല. ഇപ്പം ചിത്രം അങ്ങനെ പോട്ടെ, ചിത്രം നിർത്തുന്നതിൽ കാര്യമില്ല. കാരണം ഒരുപാട് പേരുടെ ജീവിതമാണ്, ഒരുപാട് ആൾക്കാർ ഫിനാൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കലാകാർ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ചിത്രത്തെ ബാൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതിൽ ബാൻ ചെയ്യേണ്ട എന്താണ്? ഞാൻ ആദ്യമായിട്ട് ഇതിനെതിരെ പറഞ്ഞത് ഫേസ്ബുക്കിൽ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് പോസ്റ്റ്. ഇതില് സെയ്ദ് മസൂദിന്റെ നട്ടല് നമ്മൾ അടിച്ചൊടിച്ചിരിക്കും, ഇത് വെട്ടുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അങ്ങനെ 17 വെട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അത് പോർഷൻ വെട്ടിയിട്ട് വരണം. ഇവൻ ഒന്നുമല്ല എന്നും അന്ന് ഇവന്റെ ഭാര്യ, ഈ പൃഥ്വിരാജിന്റെ ഭാര്യ എന്താ പറഞ്ഞത്? ആളറിഞ്ഞ് കളിക്കടാന്ന്. അപ്പോ കേരളത്തിലുള്ള എല്ലാവരെയും എടാ എന്നുള്ള രീതിയിൽ അവർ സംബോധന ചെയ്തു. ഒരു ജിഹാദിയായ സെയ്ദ് മസൂദിന്റെ നട്ടല് കണ്ടോടാന്നുള്ള രീതിയിലുള്ള ധ്വനി വരുന്ന രീതിയിൽ അവര് സംസാരിച്ചു. അപ്പൊ അതിനെതിരെ അവരുടെ നട്ടൽ ഒടിച്ചുകൊണ്ട് അതുപോലെ തന്നെ നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. ഇതില് പൃഥ്വിരാജ്, മുരളി ഗോപി, അതുപോലെ സുപ്രിയ, ഈ 3 പേരും ഇതിൽ നിന്ന് ഒരിക്കലും ഊരി പോകുമെന്ന് ആരും വിചാരിക്കണ്ട. പിന്നെ മോഹൻലാലിനെ, അദ്ദേഹത്തിനെയും അതുപോലെ തന്നെ ലാലേട്ടനെയും ഗോപാലേട്ടനെയൊക്കെ പെടുത്തിയതാണ്. ലാലേട്ടനൊന്നും എല്ലാ സീനുകളും കാണുന്നില്ല. പിന്നെ ലാലേട്ടനെ മാത്രം കുറ്റം പറയുകയാണെങ്കിൽ ഇവരൊരു കാര്യം കൂടെ പറയണം, അതിനകത്ത് എല്ലാ നടന്മാരും കുറ്റക്കാരാണ്, എല്ലാവരും അതിൽ അഭിനയിച്ചു. പക്ഷെ ഈ ദേശവിരുദ്ധ ഭാഗം അഭിനയിച്ചതാര്? അല്ലെങ്കിൽ ദേശവിരുദ്ധതയുടെ ഒരു പീസ് അത് AK-47 അസംബ്ലി ചെയ്യുന്നത് പോലെയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. AK-47 പല രാജ്യത്ത് അതിന്റെ ഓരോ പാർട്സുകൾ ഉണ്ടാക്കിയിട്ട് ഒരു രാജ്യത്ത് കൊണ്ടുവന്ന് ഇത് അസംബ്ലി ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ഇത്ര ഭീകരമായി തോക്കാണല്ലോ എന്ന് അന്നത്തെ കാലത്ത് ആൾക്കാർ മനസ്സിലാക്കിയിരുന്നു. അതേ സെയിം സ്ട്രാറ്റജിയിൽ പലയിടത്ത് ഷൂട്ട് ചെയ്തു, പല പോർഷൻസ് പലരെയും കാണിച്ചു. മോഹൻലാൽ കണ്ടതൊന്ന്, ഗോകുലം ഗോപാലേട്ടൻ കണ്ടതൊന്ന്,
അത് കഴിഞ്ഞ് ഫസ്റ്റ് ഷോയിൽ വന്നത് വേറെന്ന്, പിന്നെ ഇനി കാണാൻ പോകുന്നത് വേറെയാണ്. അപ്പൊ ഇതിനകത്തുള്ള ട്വിസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ പ്രിവ്യൂ പോലും ഇതിനു മുമ്പ് ആരെയും കാണിക്കാൻ ഇയാൾ അനുവദിച്ചിരുന്നില്ല. കാരണം അനുവദിച്ചിരുന്നെങ്കിൽ ഈ സംഭവങ്ങൾ മുന്നേ ബ്ലോക്ക് ആവുമായിരുന്നു. പിന്നെ ഇയാളുടേതായ ആൾക്കാരും എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പം ഹിന്ദു നാമധാരികളായിട്ടുള്ള ആൾക്കാരാണല്ലോ ഇതില് മുന്നിട്ട് നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഈ ധർമ്മത്തെ നശിപ്പിക്കാനും ഈ ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നവരും. അതാണ് ഏറ്റവും വലിയ വേദന. ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ചില ആൾക്കാർ ഇപ്പൊ പറയുന്ന ഒരു വാക്ക് കേട്ടോ നിങ്ങൾ? അതിലെ നടൻ, സംവിധായകൻ, പ്രൊഡ്യൂസർ, കഥാകൃത്ത് എല്ലാവരും ഹിന്ദു നാമധാരികൾ, ഹിന്ദു. പക്ഷെ ജിഹാദികളാണ് ഇതിനെതിരെ എന്ന് പറഞ്ഞ് അവരെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കുലംകുത്തികൾ വന്നിരിക്കുന്ന കണ്ടോ? അപ്പം പർച്ചേസ് ചെയ്യാൻ നിന്നു കൊടുക്കുന്ന ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മുടെ കൂട്ടത്തിലും ഉണ്ടോ എന്നുള്ളതിന്റെ ഉദാഹരണമാണ് പൃഥ്വിരാജിനെ പോലുള്ളത്. അയാൾക്ക് ഫെയിം ആവണം, അയാൾക്ക് അയാളുടേതായ ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന് പണം വേണം. അതിന്റെ ഒപ്പം അതിന് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ്. എത്രയോ നടന്മാരുണ്ട്, എത്രയോ വലിയ വലിയ ഡയറക്ടേഴ്സ് ഉണ്ട്. അവരൊന്നും ആരെങ്കിലും ഓഫർ ചെയ്യുന്ന ആന്റി നാഷണൽ തോട്ട്സിനെ കൊണ്ടുവരാനോ ഇംപ്ലിമെന്റ് ചെയ്യാനോ അവർ തയ്യാറല്ല. ആൻഡ് ഇയാള് 100% ഇയാള് ഇതില് ദേശവിരുദ്ധത തന്നെയാണ് സമൂഹത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇത് ആരെയാണ് സുഖിപ്പിച്ചതെന്നുള്ളതും ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ കോൺസിക്വൻസ് അയാൾ ഫേസ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ.